സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന വേളയിൽ ബാങ്കിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് തട്ടിപ്പുകാർ വെർച്വൽ അറസ്റ്റ് ചെയ്ത ഡോക്ടറെ മോചിപ്പിച്ച് പോലീസ്. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറാണ് തട്ടിപ്പിന് ഇരയായത്. പോലീസ് എത്തി മോചിപ്പിക്കുന്നതിന് മുൻപ് ഡോക്ടർ 5 ലക്ഷം രൂപ തട്ടിപ്പുകാർക്ക് കൈമാറിയിരുന്നു. ചൊവ്വാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ചങ്ങനാശ്ശേരി പെരുന്ന SBI ബാങ്കിൽ പരിഭ്രാന്തനായി എത്തിയ ഡോക്ടർ 5 ലക്ഷം രൂപയോളം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. തുക ഒരു ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്കാണ് കൈമാറിയതെന്ന് ബാങ്കിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി സിസ്റ്റം മുന്നറിയിപ്പ് നൽകി. ഇതോടെയാണ് തട്ടിപ്പിന്റെ സാധ്യത പരിഗണിച്ച് ബാങ്ക് അധികൃതർ വിവരം പോലീസിൽ അറിയിച്ചത്. തുടർന്ന് DYSPയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ബാങ്കിലെത്തി ഡോക്ടറുടെ അഡ്രസ്സ് ശേഖരിച്ചു. പെരുന്നയിലുള്ള ഡോക്ടറിന്റെ വീട്ടിലെത്തി പോലീസ് അദ്ദേഹത്തോട് സംസാരിച്ചെങ്കിലും പരാതിയില്ലെന്നായിരുന്നു മറുപടി. 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത വിവരം തിരക്കിയപ്പോൾ സുഹൃത്തിന് അയച്ചതാണെന്നും പറഞ്ഞു. എന്നാൽ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് വീഡിയോ കോൾ വന്നതും മുംബൈ പോലീസ് എന്ന് പറഞ്ഞ് സംഘം കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായും കണ്ടെത്തി. വീണ്ടും വീഡിയോ കോൾ വന്നപ്പോൾ പോലീസാണ് ഫോൺ എടുത്തത്. പോലീസ് യൂണിഫോം കണ്ടതോടെ തട്ടിപ്പുകാർ കോൾ വിച്ഛേദിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പോലീസ് ഉടൻ ഡോക്ടറെയും കൂട്ടി ചങ്ങനാശ്ശേരി SBI ബാങ്കിലെത്തി 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും തട്ടിപ്പുകാർക്ക് പണം കൈമാറിയ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. 4,30,000 രൂപയാണ് ഡോക്ടറിൽ നിന്ന് ഇവർ തട്ടിയത്. തിരുവനന്തപുരം സൈബർ ഓപ്പറേഷൻ ടീമിന്റെയും SBI ബാങ്കിന്റെയും ചങ്ങനാശ്ശേരി പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം കൂടുതൽ തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി. പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ സൈബർ തട്ടിപ്പുകളുടെ എണ്ണം പെരുകുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 ആദ്യ 9 മാസത്തിനിടെ രാജ്യത്ത് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് ഏകദേശം 11,333 കോടി രൂപയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷന്റെ സെന്റർ സമാഹരിച്ച കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓഹരി വ്യാപാര തട്ടിപ്പിലൂടെയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം നഷ്ടമായത്. 4,636 കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് 2,28,94 പരാതികളും ലഭിച്ചിട്ടുണ്ട്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3,216 കോടി രൂപയും ഡിജിറ്റൽ അറസ്റ്റുകളിലൂടെ 1,616 കോടി രൂപയുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12 ലക്ഷം പരാതികൾ ഈ വർഷം ഉണ്ടായതായി സിറ്റിസൺ ഫിനാൻഷ്യൽ സൈബർ ഫ്രോഡ് റിപ്പോർട്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം സൂചിപ്പിക്കുന്നു. ഇതിൽ 45% പരാതികളും കംബോഡിയ, മ്യാൻമാർ, ലാവോസ് തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. 2021 മുതൽ 30.5 ലക്ഷം പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 27,914 കോടി രൂപയാണ് ഈ കാലയളവിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 11,31,221 പരാതികൾ 2023 5,10,741 പരാതികൾ 2022 1,30,542 പരാതികൾ 2021 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകളിലൂടെ മോഷ്ടിച്ച പണം ചെക്കുകൾ, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, ഫിൻടെക് ക്രിപ്റ്റോ, ATMകൾ, മെർച്ചന്റ് പേയ്മെന്റുകൾ, വാലറ്റുകൾ എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെ തടയുന്നതിനായി ഏകദേശം 4.5 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നും IFOC അറിയിച്ചു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ പ്രവർത്തിക്കുന്ന സൈബർ കുറ്റവാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 17,000 വാട്സപ്പ് അക്കൗണ്ടുകളും അധികൃതർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. UPI ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും വ്യാപകമാണ്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തെ UPI ഇടപാടുകളിൽ 34.5% വർധനമാണ് ഉണ്ടായത്. 122 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളാണ് UPI വഴി നടന്നത്. മുൻവർഷം ഇതേ കാലയളവിൽ 90.7 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 6.32 ലക്ഷം UPI തട്ടിപ്പുകളും ഇക്കാലയളവിൽ നടന്നെന്നും 485 കോടി രൂപ നഷ്ടമായെന്നും ധനമന്ത്രാലയം ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ പറയുന്നു. സൈബർ തട്ടിപ്പ് കെണിയിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ ഉന്നതർ മുതൽ സാധാരണക്കാരുടെ വരെ പണമാണ് ഇതിനോടകം നഷ്ടമായിട്ടുള്ളത്.